ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത്തവണ LD ക്ലർക്ക് പരീക്ഷയിൽ അപേക്ഷിച്ചവരിൽ 51% പേർ മാത്രമാണ് എക്സാം ഹോളിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. നിലവിലത്തെ കണക്കനുസരിച്ച് ടോട്ടൽ ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 12,95,446 പേരാണ്. ഇനി കൺഫർമേഷൻ നൽകിയതാണെങ്കിൽ 9,62,447 പേർ, പരീക്ഷ എഴുതിയതാണെങ്കിൽ 6,61,466 പേരാണ് നിലവിൽ പരീക്ഷ എഴുതിയിട്ടുള്ളൂ. അതായത് നമുക്ക് കൺഫർമേഷൻ കൊടുത്ത ആളുകളിലും 69% പേർ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളൂ, പരീക്ഷ എഴുതിയിട്ടുള്ളൂ. ഇനി നമുക്ക് 7 ഘട്ടത്തിലുമായി ഒഴിവാക്കിയ 41 ചോദ്യങ്ങളും തിരുത്തിയ 10 എണ്ണവും ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ വരുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്താണ് ആദ്യം എക്സാം നടന്നത്. അതായത് നിലവിലെ ജൂലൈ 27-ാം തീയതി ആയിരുന്നു എക്സാം നടന്നത്. അതിൻ്റെ അകത്ത് നിലവിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് 91,138 പേരാണ് പരീക്ഷ എഴുതിയത്. അവിടെ ഒഴിവാക്കിയ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 5 ചോദ്യങ്ങളാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒഴിവാക്കിയത്. അതിൻ്റെ അകത്ത് തിരുത്തിയ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 1 ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ചിലർക്ക് തിരുത്തിയ ചോദ്യത്തിന്റെ ഉത്തരം ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവും, ചിലവർക്ക് അത് തെറ്റായി പോയിട്ടുണ്ടാവും. അതിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഓരോരുത്തരുടെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയാണെന്നുള്ളത്. എന്നിരുന്നാലും നമുക്ക് എന്താണ് 100 മാർക്കിലുള്ള ചോദ്യക്കടലാസും ഉത്തരങ്ങളും എന്ത് ചെയ്തിട്ടില്ല, തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടില്ല. എന്താണ് 14 ജില്ലകളിലും എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതായത് 100 ചോദ്യവും 100 ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരവും PSCക്ക് എന്ത് ചെയ്താൽ പറ്റിയിട്ടില്ല. ഈ പറയുന്ന 14 ജില്ലകളിലും എന്താണ് കറക്റ്റ് ആയിട്ട് ഒരു 100 ചോദ്യവും അതിന്റെ ഉത്തരവും എന്താണ് ഇടാനായിട്ട് PSCക്ക് കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ജില്ല നമുക്കറിയാം കൊല്ലം, കണ്ണൂർ. LD ക്ലർക്ക് പരീക്ഷ നമ്മൾ 14 ജില്ലകളിലെ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഒഴിവാക്കിയ ജില്ല, അതേപോലെ തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം നടന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റും കൊല്ലം, കണ്ണൂർ തന്നെയായിരുന്നു. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഒഴിവാക്കി കൊല്ലം, കണ്ണൂർ ജില്ലകളിൽ. അതേപോലെ തന്നെ എന്താണ് രണ്ടാം ഘട്ട പരീക്ഷയിൽ 9 ചോദ്യം എന്താണ് നിലവിൽ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന പരീക്ഷയിൽ ഒഴിവാക്കുകയാണ്. ക്വസ്റ്റ്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ലെവലിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഇവിടെ ചോദിച്ചത്. അതേപോലെ തിരുത്തിയ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 1. അങ്ങനെ മൊത്തം 10 ചോദ്യങ്ങളാണ് ഇവിടെ എന്താണ് നഷ്ടപ്പെടാതിരിക്കാം ഈ ഒരു ചോദ്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഏകദേശം 90 മാർക്ക് അല്ലെങ്കിൽ 91 മാർക്കിൽ വരുന്ന എക്സാം ആണ് എവിടെ വരുന്നത്, കൊല്ലം, കണ്ണൂർ വരുന്നത്. ഇനി നമുക്ക് പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 3-ാം ഘട്ടത്തിൽ വന്ന എക്സാം ആണ്. അതിൻ്റെ അകത്ത് ടോട്ടൽ ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് നിലവിൽ എത്രയായിരുന്നു, ഈ പറയുന്ന ഓരോ ജില്ലകളുടെയും നമ്മൾ പറഞ്ഞേക്കുന്നതാണ് 49, 98, 48 ഒക്കെയാണ് വരുന്നത്. അതിൻ്റെ അകത്ത് നിലവിൽ പരീക്ഷ എഴുതിയതാണെങ്കിൽ എന്താണ് 27,401 പത്തനംതിട്ട, തൃശ്ശൂരാണെങ്കിൽ 49,941, കാസർഗോഡ് 25,000. നിലവിൽ ഒഴിവാക്കിയ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 4 ചോദ്യങ്ങളാണ് തൃശ്ശൂരും അതേപോലെ തന്നെ കാസർഗോഡ്, പത്തനംതിട്ടയിൽ ഒഴിവാക്കിയ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് 2 ചോദ്യങ്ങളാണ് തിരുത്തിയത്. അങ്ങനെ മൊത്തം 6 ചോദ്യങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത്. ആലപ്പുഴ, പാലക്കാട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തും 3 ചോദ്യങ്ങൾ. ഏറ്റവും കുറവ് വേണമെങ്കിൽ പറയാം ചോദ്യങ്ങൾ ഒഴിവാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആലപ്പുഴ, പാലക്കാടാണ്. പക്ഷെ തിരുത്തിയത് 3 ചോദ്യങ്ങളായിരുന്നു. ഓക്കെ, ഇനി കോട്ടയം, കോഴിക്കോടാണെങ്കിലോ 8 ചോദ്യങ്ങളാണ് ഒഴിവാക്കിയത്. 1 ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, തിരുത്തിയിട്ടുമുണ്ട്. ഇനി എറണാകുളം, വയനാട് 6 ചോദ്യങ്ങളാണ് നിലവിൽ ഒഴിവാക്കിയത്. 2 ചോദ്യങ്ങൾ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറം, ഇടുക്കി ആണെങ്കിലോ 6 ചോദ്യങ്ങളാണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എറണാകുളം, വയനാട് പോലെ തന്നെയാണ് ഇടുക്കിയും മലപ്പുറം. 6 ചോദ്യങ്ങൾ ഒഴിവാക്കി 2 ചോദ്യങ്ങൾ എന്ത് ചെയ്യാണ്, തിരുത്താണ്. അങ്ങനെ മൊത്തം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്താണ് നിലവിലത്തെ അപേക്ഷകർ എന്ന് പറയുന്നത് 12,95,446. കൺഫർമേഷൻ എത്രയായിരുന്നു, 9,62,447. എന്നാൽ പരീക്ഷ എഴുതിയത് കൺഫർമേഷൻ കൊടുത്തതിൽ നിന്നും 69% പേർ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളൂ, നിലവിൽ പരീക്ഷ എഴുതിയിട്ടുള്ളൂ. അതായത് 6,61,466 പേർ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളൂ, പരീക്ഷ എഴുതിയിട്ടുള്ളൂ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 41 ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ ഒഴിവാക്കി. 10 ചോദ്യങ്ങളാണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, തിരുത്തിയത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജില്ലക്കാർക്ക് പോലും PSCക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, 100 ചോദ്യങ്ങളും ശരിയായുള്ള ഉത്തരവും കൊടുക്കാനായിട്ട് PSCക്ക് സാധിച്ചിട്ടില്ല. എല്ലാം എന്താണ് ഈ പറയുന്ന ലെവലിലാണ് പോകുന്നത്. കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ ജില്ലയിലെയും ഒഴിവാക്കിയ ചോദ്യങ്ങൾ, തിരുത്തിയ ചോദ്യങ്ങൾ, ഇതെല്ലാം വച്ചിട്ടാണ് നമ്മൾ കട്ട് ഓഫ് പറയുന്നത്. അതേപോലെ മുൻ വർഷത്തെ നമ്മൾ
പ്രീവിയസ് കട്ട് ഓഫ്, അതേപോലെ തന്നെ എന്താണ് നിലവിലത്തെ പല പല എന്താണ് നിലവിൽ പല നമ്മൾ കോച്ചിങ് സെന്ററുകളിലും അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികളുടെ അടുത്തുമൊക്കെ ചോദിച്ചതിന് ശേഷമാണ് നമ്മൾ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതിൻ്റെ അകത്ത് നിലവിൽ എന്താണ് എത്രയാണ് കട്ട് ഓഫ് എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അത് പറഞ്ഞുകൊണ്ടാണ് കുറെ ഉദ്യോഗാർത്ഥികൾ അത് എങ്ങനെയാണ് അങ്ങനെ വന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും എന്താണ് മാർച്ചിലാണ് സാധ്യതാ ലിസ്റ്റ് നിലവിൽ വരുന്നത്. ഓക്കെ, അതായത് LD ക്ലർക്ക് പരീക്ഷയുടെ മൂല്യനിർണ്ണയം PSC നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ എന്താണ് ഓരോ ഉത്തരക്കടലാസും എന്താണ് 2 തവണയാണ് OMR മൂല്യനിർണ്ണയം നടത്തുന്നത്. OMR മൂല്യനിർണ്ണയം നടത്താൻ കഴിയാത്തവ മാനുവൽ രീതിയിൽ പരിശോധിക്കും. അടുത്ത വർഷം മാർച്ചിന് മുൻപ് എല്ലാ ജില്ലയിലും LD ക്ലർക്കിന്റെ ഷോർട്ട് ലിസ്റ്റ് നിലവിൽ PSC പ്രസിദ്ധീകരിക്കാനാണ് നിലവിലത്തെ തീരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 2025 ജൂലൈ 31-നാണ് LD ക്ലർക്ക് കഴിഞ്ഞ LD ക്ലർക്കിന്റെ എന്താണ് ലിസ്റ്റ് അവസാനിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ പറയുന്നതാണ്. എന്തായാലും എന്താണ് ഈ പറയുന്ന ജൂലൈ 2025 ജൂലൈ 31 2025 കഴിഞ്ഞ LD ക്ലർക്കിന്റെ ലിസ്റ്റിന്റെ എന്താണ് കാലാവധി തീരുകയാണ്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റിൽ നമുക്ക് എന്ത് വേണം, പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. അതുകൊണ്ട് 2025 ഓഗസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, മെയിൻ ലിസ്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഹാജർ നിലയും സൂചികയും പരീക്ഷാ ദിവസം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാരണം എല്ലാ ദിവസവും പരീക്ഷകൾ നമുക്കറിയാം, അതായത് 1:30 മുതൽ 3:30 വരെയുള്ള എക്സാം ആയിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 5 മണിയോടെ തന്നെ നമുക്ക് എല്ലാവർക്കും എന്താണ് പ്രൊവിഷണൽ ആൻസർ കീ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട്. മാക്സിമം 5 അല്ലെങ്കിൽ 6 മണിയോടൊപ്പം തന്നെ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് ആ ഒരു സംഭവം, അതായത് ഓരോ ജില്ലകളിൽ നടത്തിയപ്പോഴും എന്താണ് PSC അതിൻ്റെ പ്രൊവിഷണൽ കീ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ എന്താണ് അവർക്ക് പ്രൊവിഷണൽ ആൻസർ കീ നോക്കി, പ്രൊവിഷണലിൽ കുറേ തെറ്റുകളൊക്കെ വന്നിട്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഫൈനൽ ആൻസർ കീ വരുമ്പോഴാണ് ഈ പറയുന്ന തിരുത്തിയ ചോദ്യവും ഒഴിവാക്കിയ ചോദ്യവും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. എന്നിരുന്നാലും നമുക്ക് ഏകദേശം ഒരു ധാരണയിലേക്ക് എത്താനായിട്ട് അങ്ങനെ ഒരു കാര്യം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെയൊക്കെയാണ് നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ LD ക്ലർക്ക് പരീക്ഷ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത കുറച്ച് ആളുകളുണ്ട്. അതേപോലെ തന്നെ എന്താണ് അവർ പ്രതീക്ഷിച്ചത്ര മാർക്കിലേക്ക് വരാത്തതിൽ വളരെയധികം സങ്കടമുള്ളവരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഏറ്റവും എന്താണ് ഈ പറയുന്ന അടുത്ത് വരുന്ന എക്സാം ആണ് സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് നല്ല പോസ്റ്റാണ്. അതേപോലെ തന്നെ എന്താണ് കഴിഞ്ഞ വർഷം എന്താണ് വളരെ നല്ല രീതിയിൽ നിയമനം മൊത്തമായി നടന്നൊരു ലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ LD ക്ലർക്കിന്റെ എന്താണോ നിങ്ങൾ പഠിച്ചത് അത് അങ്ങനെ തന്നെ പഠിക്കുക. അതാണ് അതിൻ്റെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് സെയിം സിലബസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, എന്താണോ നിങ്ങൾ LD ക്ലർക്കിന് വേണ്ടി പഠിച്ചത് അത് അങ്ങനെ തന്നെ ഒന്നുകൂടി എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. പിന്നെ ഈ പറയുന്ന LDC കിട്ടുന്നവർ LDCയിലേക്ക് പോകുന്നത് കൊണ്ടും അവിടെയും എന്താണ് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് OAയിൽ കുറച്ചുകൂടി വേക്കൻസി വരാണ്ട് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അത് ഒരു എന്താ പറയുക ഈ പറയുന്ന നല്ല രീതിയിൽ ഒരു 60-65 മാർക്കൊക്കെ ഇപ്പോഴും എത്തി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്താണ് ഇനി അവസ്ഥ എന്നുള്ളത് അറിയാതിരിക്കുന്നവരുണ്ടെങ്കിലും അവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 21 മുതൽ ഇന്ന് 10 ദിവസമാണ് നമ്മുടെ ക്ലാസ്സും അതിൻ്റെ നോട്ടും എത്തി നിൽക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. പക്ക ഫ്രീ ക്ലാസ്സും PDF നോട്ടുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള PSC ന്യൂസുകൾ, ക്ലാസ്സുകൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.